നോക്കൂ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി നഗറിലാണ്. അവിടെ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്നതിന് പുറത്ത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും CPM പ്രവർത്തകരും അനുഭാവികളും ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലത്ത് നടക്കുന്ന ഈ വലിയ സമ്മേളനം അത് നേരിട്ട് മനസ്സിലാക്കുക. ഇന്ന് CPM-ന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു, സംസ്ഥാന സമിതിയുടെ തിരഞ്ഞെടുപ്പുണ്ടാകുന്നു. അങ്ങനെ അതുപോലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് വേണ്ടുന്ന ഡെലിഗേഷനെ, കേരളത്തിൻ്റെ പ്രതിനിധി സംഘത്തെ ഇന്ന് തീരുമാനിക്കുന്നു. അതെല്ലാം നടക്കുന്ന ഇന്നത്തെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള CPM-നെ സംബന്ധിച്ച് ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് ഉച്ചതിരിഞ്ഞ് ആശ്രമ മൈതാനിലേക്ക്, സീതാറാം യെച്ചൂരി നഗറിലേക്കാണ് 2 ലക്ഷം മനുഷ്യരെത്താൻ പോകുന്നത്. വലിയ റാലിയോടെ എത്തുന്നു. പൊതുസമ്മേളനം ഉണ്ടാകും, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു, പ്രകാശ് കാരാട്ട് ഉണ്ടാകും, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ സെക്രട്ടറി, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളിലൂടെ എല്ലാവരും. അതും കൊല്ലം മാത്രമാണ് ഇത്ര ലക്ഷം മനുഷ്യരെ ആശ്രാമ മൈതാനത്തിലേക്ക് എത്തിക്കുന്നത്, കൊല്ലത്ത് നിന്ന് മാത്രമാണ് എന്നുള്ള കൊല്ലത്തെ CPM-ന്റെ ശക്തി എത്രമാത്രമുണ്ട്. നിയമസഭയിലെ പ്രാതിനിധ്യമൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് വളരെ 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 ഒരുപാട് സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടിരുന്ന UDF-യുടെ നാമമാത്രമാകുന്ന നിലയാണുള്ളത്. ആ നിലയിലുള്ള ശക്തി പ്രകടനം വളരെ ശക്തമായി, പ്രത്യേകിച്ച് കേരളം ഇനി കാണാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലേക്കൊക്കെ പോകുമ്പോൾ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, ഭാവി കേരളം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് രൂപീകരിച്ചുകൊണ്ടാണ് ഏറ്റെടുത്ത പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കില്ല എന്ന് വിചാരിച്ചതും അസാധ്യമെന്ന് കരുതിയതുമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റുമായിട്ടായിരിക്കും രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുക. അങ്ങനെ പോകുമ്പോൾ ഒരു 3ാം ടേം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നാൽ എന്താകണം ആ സർക്കാരിൻ്റെ മുമ്പിലത്തെ വികസന കാഴ്ചപ്പാട്, അതിനനുസരിച്ചായിരിക്കും ആ സർക്കാർ മുന്നോട്ട് പോവുക. അത് ജനങ്ങളോട് പറയാൻ വേണ്ടി രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് മാധ്യമങ്ങൾ പല രൂപത്തിൽ ഒക്കെ എഴുതുന്നുണ്ട് എങ്കിലും അതിനെ ഒന്നും CPM ആ വിവാദ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതകളിലൂടെ ഇത്തരം വിവാദങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കാനുള്ളതല്ല നിലപാടുകൾ എന്ന് ഇതിനോടകം തന്നെ പലതവണ തെളിയിച്ച, അല്ലെങ്കിൽ പല വിവാദങ്ങൾക്ക് മുമ്പിൽ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാതെ പിൻവലിഞ്ഞു പോയ കേരളമല്ല ഈ കേരളം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റത്തെ അടയാളപ്പെടുത്തിയ 2 ഭരണവർഷങ്ങളാണ്, 2 ടേമാണ് 2016-ഉം 2021-ഉം.